ലവ് റീഡിങ്ങിനും ലവ് മെസ്സേജസിനുമായിട്ടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ നിങ്ങളുടെ ലവ് എനർജി എന്താണെന്ന് നോക്കാം. എൻ്റെ ബ്ലെസ്സിങ്സ് ആണ് യൂണിവേഴ്സ് ഇന്നത്തേക്ക് നിങ്ങൾക്ക് കരുതി വെച്ചിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. എന്തെല്ലാണ് നിങ്ങൾ ടേക്ക് കെയർ ചെയ്യേണ്ടത്, കൂടുതൽ ഫോക്കസ്ഡ് ആകേണ്ടത്, നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു എനർജി ലെവൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ എന്തിലാണ് കൂടുതൽ ഫോക്കസ്ഡ് ആകേണ്ടത്? എൻ്റെ ബ്ലെസ്സിങ്സ് ഓർ എന്ത് അഡ്വൈസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കരുതിയിട്ടുള്ളത്? ഓക്കെ, ഇന്നത്തെ ഒരു ദിവസത്തെ നിങ്ങളുടെ ലവ് എനർജി എന്ന് പറയുന്നത് ഇന്നത്തേതല്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു എനർജിയുടെ തുടർച്ചയായിട്ട് വന്നതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒന്നിലും ഫോക്കസ്ഡ് ആകുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയാ, ഇപ്പോൾ ഉള്ള ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതായത് ഒരുപാട് എന്താ പറയുക, മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുമ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ ആയിരുന്നിരിക്കാം. ഓക്കെ, അവിടെ നിന്ന് നിങ്ങൾ എന്താ പറയാ, അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്, അതിൽ നിന്ന് വിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു എനർജിയിലാണ് ഉള്ളത്. ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് എക്സിറ്റ് ആവണം എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ എക്സിറ്റ് ആകുന്നു, നിങ്ങളിലേക്ക് സന്തോഷം പതിയെ വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു എനർജി, കറണ്ട് എനർജി ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തോ രണ്ട് ചോയ്സസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ട്. അതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ വൈസായിട്ടൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ആലോചിച്ച് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള, നിങ്ങളുടെ ലൈഫിന് ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടതാണ്. നിങ്ങളൊരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് രണ്ട് ചോയ്സസ് അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻസും എന്ത് ചെയ്യും, നമ്മുടെ നിന്ന് സ്കിപ്പായി പോകും. കാരണം ടൈം ഇങ്ങനെ എന്താ പറയാ ഡിലേ ആയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേജ് തന്നെ തുടരേണ്ടതായിട്ടങ്ങ് വരും. സോ നിങ്ങൾ അതിലൊരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്ന, നിങ്ങൾ കംഫർട്ട് ആകുന്ന ഓരോ ഡിസിഷൻ നിങ്ങൾ എടുക്കേണ്ട ഒരു ടൈമാണ്. അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ ഇവിടെയൊക്കെ കണ്ട ആ ഒരു എനർജി, അത് നിങ്ങൾ ബുദ്ധിപരമായി തന്നെ ചിന്തിച്ച് ആ തീരുമാനം എടുക്കുന്നതോടൊപ്പം തന്നെ പഴയ ആ ഒരു എനർജി അല്ലെങ്കിൽ പഴയ ആ എക്സ്പീരിയൻസ് ലൈഫിൽ നിന്നൊന്ന് മാറ്റി വെച്ച് പുതിയത് തേടിയുള്ള ഒരു യാത്രയിലേക്ക് പോകൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട്, സോ നിങ്ങൾ എന്തെങ്കിലും നമുക്ക് എപ്പോഴും രണ്ട് തോണിയിൽ യാത്ര ചെയ്യാൻ കഴിയില്ലല്ലോ, ഏതെങ്കിലും ഒരു തോണിയിലേക്ക് മാറേണ്ടി വരും. സോ അങ്ങനെയുള്ള ഒരു ഡിസിഷൻ എടുക്കുക, ജസ്റ്റ് ഗോ അഹെഡ് എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.